രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കണ്ണീരിൽ കുതിർന്ന പോസ്റ്റ് കാർഡ് എന്നാണ് തലക്കെട്ട്. ആലുവ മഹിളാലയം ബോർഡിംഗ് സ്കൂളിലെ 4ാം ക്ലാസ്സിൽ എന്നെ ചേർത്തു. പുതിയ സ്കൂളിൽ ആദ്യമായി എത്തുന്ന കുട്ടിയുടെ നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് ഞാൻ ആ പരിസരമാകെ വീക്ഷിച്ചു. പുതിയതായി ചേരാനെത്തിയ കുട്ടികളുടെ എല്ലാ മുഖത്ത് പരിഭ്രമത്തിൻ്റെ നിഴലുണ്ട്. എന്നാൽ വിരൽ തുമ്പുകളാൽ കുരുക്കപ്പെട്ട രക്ഷാകർതൃ ബന്ധത്തിൻ്റെ ബലത്തിലാണ് അവരെല്ലാം. പക്ഷെ ഞാനോ? എന്തുകൊണ്ട് എൻ്റെ കൂടെ മാത്രം അച്ഛനോ അമ്മയോ ഇല്ലാത്തതെന്ന് ചിന്തിക്കാനുള്ള തിരിച്ചറിവൊന്നും എനിക്കായിട്ടില്ലല്ലോ. അന്ന് ആദ്യമായി ഞാൻ അനാഥത്വം തിരിച്ചറിഞ്ഞു. എന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്ന പാർട്ടി സഖാവിൻ്റെ നിഴൽ പറ്റി നിൽക്കുമ്പോൾ മനസ്സ് എന്തിനെന്നറിയാതെ തേങ്ങുകയായിരുന്നു. സ്കൂളിനടുത്തുള്ള ഹോസ്റ്റലിൽ തികച്ചും ഞാൻ ഒറ്റപ്പെട്ടു. ആ ഹോസ്റ്റലിൽ അന്ന് എൻ്റെ പ്രായത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്ക് കുളിക്കുമ്പോഴും മുടി ചീകി കെട്ടുമ്പോഴും ഉടുപ്പിടുമ്പോഴും ഒക്കെ കരച്ചിൽ കടിച്ചമർത്താൻ ശീലിക്കുകയായിരുന്നു. മറ്റു കുട്ടികളുടെ എല്ലാം അച്ഛനമ്മമാർ ഇടയ്ക്കിടെ വന്ന് കുട്ടികളെ കാണുകയും അവധി ദിവസങ്ങളിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. എൻ്റെ അച്ഛനും അമ്മയും മാത്രം എന്താണ് വരാത്തത്? ഇടയ്ക്കിടെ വീട് മാറി താമസിക്കുന്നതുകൊണ്ട് ഞാൻ പോരുമ്പോഴുള്ള വീട്ടിൽ തന്നെ അവർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനും വയ്യ. സ്കൂളിൽ ചേർത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ അന്വേഷിച്ച് ആരും എത്തിയില്ല. ടെലിഫോണിലോ കത്തിലൂടെയോ പോലും എന്നെക്കുറിച്ച് അച്ഛനമ്മമാർ അന്വേഷിച്ചില്ല. ഓരോ അവധി ദിവസവും അവർ വരുമെന്ന പ്രതീക്ഷയുമായി ഞാൻ കാത്തിരിക്കും. പകൽ അസ്തമിക്കും വരെ ആ പ്രതീക്ഷ എനിക്ക് നേരിയ ഉത്സാഹം തന്നിരുന്നു. ചുറ്റും ഇരുട്ട് പരക്കാൻ തുടങ്ങുമ്പോൾ നിരാശയോടെ ഞാൻ എൻ്റെ മുറിയിലെ പുൽപ്പായ വിരിച്ച കയറ്റുകട്ടിലിൽ ചുരുണ്ടുകൂടും. ഈ പരിതസ്ഥിതി സൃഷ്ടിച്ച നിരാശയും സങ്കടവും ഭയവും എന്നിലെ ബാല്യത്തിൻ്റെ സൂര്യനെ കെടുത്തിക്കളഞ്ഞു. അച്ഛനും അമ്മയും വരുമെന്ന പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോഴാണ് ഹോസ്റ്റൽ വാർഡൻ തരപ്പെടുത്തി തന്ന പോസ്റ്റ് കാർഡിൽ അച്ഛനൊരു കത്തെഴുതാൻ തീരുമാനിച്ചത്. പക്ഷെ എങ്ങനെയാണ് ഒരു കത്തെഴുതേണ്ടതെന്ന് അറിയാതെ ഞാൻ കുഴങ്ങി. ഒടുവിൽ അച്ഛൻ വരണം എന്ന് കാർഡ് നിറയെ ആവർത്തിച്ചെഴുതി അത് പോസ്റ്റ് ചെയ്തു. കാർഡ് പോസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത മണിക്കൂറിൽ തന്നെ അച്ഛൻ എത്തുമെന്നാണ് ഞാൻ കരുതിയത്. കത്തയച്ച ആഴ്ചകൾ കഴിഞ്ഞിട്ടും അച്ഛനെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഹോസ്റ്റൽ വാർഡന് പോലും എന്നോട് സഹതാപം തോന്നിയിരിക്കണം. അച്ഛൻ ആ സമയത്ത് ദില്ലിയിലായിരുന്നു. ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് എൻ്റെ പോസ്റ്റ് കാർഡ് കണ്ടത്. അന്ന് അച്ഛൻ വല്ലാതെ അസ്വസ്ഥനായത്രേ. പിറ്റേന്ന് തന്നെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നെ ചേർത്ത് പിടിച്ച് കുറേ നേരം ഒന്നും മിണ്ടാതെ ഇരുന്നു. അങ്ങനെ ഏതാനും മിനിറ്റുകൾ മാത്രം. പാർട്ടിയുടെ ചെയ്തു തീർക്കാനുള്ള അനേകം കർത്തവ്യങ്ങൾക്ക് മുമ്പിൽ ഈ മകളെ അവിടെ തനിച്ചാക്കി പോവുകയേ വഴിയുള്ളൂ. അച്ഛൻ അകലങ്ങളിലേക്ക് നടന്നു പോകുന്നത് ഹോസ്റ്റൽ വരാന്തയിലെ ഇരുമ്പ് ഗ്രില്ലിൽ പിടിമുറുക്കി നിന്നുകൊണ്ട് ഞാൻ നോക്കി നിന്നു. വീണ്ടും ഏകാന്തതയുടെ പകലുകളും ഭയപ്പെടുത്തുന്ന രാത്രികളും. വരാന്തയോട് ചേർന്നതായിരുന്നു എൻ്റെ മുറി. വരാന്തയിലെ കർട്ടനിടാത്ത ഇരുമ്പ് ഗ്രില്ലുകൾ എന്നെ ഒരുപാട് പേടിപ്പെടുത്തിയിട്ടുണ്ട്. പകൽ എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടും. രാത്രിയാകുന്നതോടെ ഭയചിന്തകളുടെ ആക്രമണം തുടങ്ങുകയായി. പുറത്തെ കട്ടപിടിച്ച ഇരുട്ട് എന്നെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നും. കണ്ണടച്ചാൽ ഇരുട്ടിൽ പല രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയായി. ആ പേടി കൊണ്ട് ഉറക്കം വരാതെ കണ്ണും മിഴിച്ചു കിടക്കും. ക്ലോക്കിൽ മണിക്കൂറുകൾ പിന്നിടുന്ന നിങ് നോങ് ശബ്ദത്തിനും പാതിരാക്കോഴിയുടെ കൂവലിനുമൊക്കെ കാതോർത്തുകൊണ്ട്. ഉണങ്ങാത്ത മുറിവുകൾ. അക്കാലത്ത് തന്നെ പിടിവിടാതെ കൂടിയ ഈ ഭയത്തിന് കാരണം സുരക്ഷിത ബോധമില്ലായ്മയാണ്. എന്നെ സംബന്ധിച്ച് സുരക്ഷിതത്വക്കുറവിൻ്റെ പ്രധാന കാരണം അമ്മയുടെ മാനസിക പ്രശ്നമായിരുന്നു. ചില നേരങ്ങളിൽ അമ്മയ്ക്ക് മനസ്സ് സ്വന്തം നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അച്ഛൻ്റെ ഒളിവ് ജീവിതകാലത്തെ സംഘർഷങ്ങളും പോലീസിൻ്റെ നിരന്തര പീഡനങ്ങളുമാണ് അമ്മയുടെ മനസ്സിൻ്റെ താളക്രമം തെറ്റിപ്പോകാനിടയാക്കിയ സാഹചര്യം. പിന്നീട് എൻ്റെ ജനനത്തോടെ അമ്മ നോർമൽ അവസ്ഥയിലെത്തിയെങ്കിലും ഇടയ്ക്കിടെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അമ്മ ഈ രോഗത്തിൻ്റെ പേരിൽ ചികിത്സയിലായിരുന്നു. അമ്മയുടെ അസുഖം എൻ്റെ ജീവിതത്തെ പല ഘട്ടങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ മനസ്സൊരു കൊച്ചു കുഞ്ഞിൻ്റേതുപോലെയായി മാറി. ഞാനോ ഗുപ്തനോ അടുത്തു നിന്ന് മാറി നിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഗുപ്തൻ ടൂറിലാവുമ്പോഴെല്ലാം അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതി വന്നു. ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ ഞങ്ങളുടെ ജീവിതത്തെ എന്നും കുത്തി നോവിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ഈ മാനസികാവസ്ഥയെക്കുറിച്ചും അതുമൂലമുണ്ടായ നിർണായക സംഭവങ്ങളെക്കുറിച്ചും കുറേയേറെ എഴുതാനുണ്ട്. അത് മറ്റൊരു ഘട്ടത്തിലാവാം. അമ്മയുടെ അസുഖത്തിൻ്റെ ഭാഗമായുണ്ടായ ഒരു സംഭവം ആലുവ മഹിളാലയത്തിലെ ഏകാന്തതകളിൽ എന്നെ അലട്ടുമായിരുന്നു. ഒരു ദിവസം യാതൊരു കാരണവുമില്ലാതെ അമ്മ അനിയേട്ടനെ കുനിച്ചു നിർത്തി പൊതിരെ തല്ലി.
ഞാൻ നിസ്സഹായയായി പേടിച്ച് വിറച്ച് അത് കണ്ടുകൊണ്ട് നിന്നു. അമ്മയെ പിടിച്ചു മാറ്റാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അമ്മ അപ്പോൾ വേറെ ഏതോ ലോകത്തായിരുന്നു. സ്വന്തം കുഞ്ഞിനെയാണ് തല്ലുന്നതെന്ന് പോലും അമ്മ മറന്നു കാണണം. കന്നുകാലികളെ തല്ലുന്നത് പോലെ പുറം പൊളിയുന്ന തരത്തിലുള്ളതായിരുന്നു അടി. അനിയേട്ടനാണെങ്കിൽ ഒരു വികൃതിയും കാണിക്കാത്ത ഒരു സാധുക്കുട്ടിയായിരുന്നു. എത്ര അടിച്ചിട്ടും അമ്മയ്ക്ക് നിർത്താനുള്ള ഭാവമില്ലായിരുന്നു. അനിയേട്ടൻ മരിച്ചു പോകുമെന്ന് ഞാൻ കരുതി. നിലവിളിക്കാൻ പോലും ഞാൻ അശക്തയായിപ്പോയി. ഈ രംഗം എൻ്റെ ഇളം മനസ്സിൽ ഏറ്റ ഒരു വലിയ ഷോക്കായിരുന്നു. അമ്മയിൽ നിന്നൊരു കുട്ടിക്ക് കിട്ടേണ്ടുന്ന സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഇത്തരം ചില ചിതറിയ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ കുരുങ്ങിക്കിടന്നു. പിന്നെ കുരുന്നു മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന പേടിക്കഥകളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിയുന്നതും ഇരുട്ടിൻ്റെയും ഏകാന്തതയുടെയും ലോകത്തിൽ അകപ്പെടുമ്പോഴാണല്ലോ. ഭയചിന്തകളുടെ വിത്തുകൾ പാകുന്ന ചിന്തകൾ വിളമ്പുന്നതിൽ, കഥകൾ വിളമ്പുന്നതിൽ അമ്മയും അമ്മാത്തെ ബന്ധുക്കളും ഒട്ടും പിന്നിലായിരുന്നില്ല. മീനച്ചിലാറിൻ്റെ തീരത്താണ് കുടമാളൂരിലെ അമ്മയുടെ ഇല്ലം. ഒരു വശത്ത് പാമ്പിൻ കാവുണ്ട്. കുട്ടികൾ വികൃതി കാട്ടുകയോ വാശി പിടിക്കുകയോ ചെയ്യുമ്പോൾ അവരെ വരുതിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുതിർന്നവർ പേടിക്കഥകൾ തിരഞ്ഞെടുക്കുന്നത്. വെളിച്ചത്ത് ചോറൂട്ടി ഇരുട്ടത്ത് കിടത്തും, 2 കണ്ണന്മാർ വരും എന്നൊക്കെ പറയുമ്പോൾ അതിലെ പൊള്ളത്തരത്തെക്കുറിച്ച് ആലോചിക്കാൻ കുട്ടികളുടെ മനസ്സിനായില്ല. തോണിക്കാരെക്കുറിച്ചുണ്ടാക്കിയ ഒരു പേടിപ്പിക്കൽ സൂത്രമാണ് അമ്മാത്ത പ്രചരിപ്പിച്ചിരുന്നത്. കടവ് ഇല്ലത്തോട് ചേർന്നായതുകൊണ്ട് തുഴയുടെ ശബ്ദം പോലും കേൾക്കാം. ഇടയ്ക്കിടെ തോണിക്കാർ കൂവുന്നതും കേൾക്കാറുണ്ട്. ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ലാത്ത ആ കാലത്ത് എതിരെ വരുന്ന തോണികൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് തോണിക്കാർ കൂവി വിളിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ശബ്ദത്തിന് കാതോർപ്പിച്ചുകൊണ്ട് കുട്ടികളോട് പറയും, അതാ 2 കണ്ണന്മാരുടെ ശബ്ദം കേൾക്കുന്നു, വേഗം ചോറുണ്ടോളൂ എന്ന്. പൊതുവെ ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ടായിരുന്ന എൻ്റെ നേരെ അമ്മാത്തുള്ളവർ ഇത്തരം സൂത്രപ്പണികൾ പലപ്പോഴും പ്രയോഗിച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്ന അക്കാലത്ത് ഇല്ലങ്ങളിൽ കൊച്ചുകുട്ടികൾ ഒരുപാട് ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. ഇത്രയേറെ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുക ദുഷ്കരമായ കാര്യമാണ്. കിണറും കുളവും പുഴയും കാടുമൊക്കെ ചുറ്റുമുള്ളപ്പോൾ കുട്ടികൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ടുപോയി അപകടം പിണയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പേടിക്കഥകൾ പറഞ്ഞു ഭയപ്പെടുത്തുന്നത്. അങ്ങനെ പേടി ഉണ്ടാകുമ്പോൾ കുട്ടികളെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടിയിരിക്കും. അമ്മാത്തെ പാമ്പിൻകാവ് നിഗൂഢതയുടെ പരിവേഷമുള്ള ഒരു കൊച്ചു വനമാണ്. വേരുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാട്ടുമരങ്ങൾ വലിയ പച്ചക്കുടകളായി നിരന്നു നിൽക്കുന്നത് കൊണ്ട് സൂര്യരശ്മികൾ കടക്കില്ല. കാട്ടുവള്ളികൾ ചുറ്റിക്കിടക്കുന്ന ഒരിക്കലും വെട്ടിത്തെളിക്കാത്ത കുറ്റിക്കാടുകൾ പാമ്പുകൾക്ക് പറ്റിയ വാസസ്ഥലമാണ്. കല്ലിൽ കൊത്തിയ പാമ്പിൻ്റെ രൂപത്തിൽ 100 പാലും അഭിഷേകം ചെയ്തിട്ടുണ്ടാവും. ഈ ഇരുണ്ട കാട്ടുപ്രദേശവും അവിടുത്തെ അന്തേവാസികളായ സർപ്പങ്ങളും കുട്ടികളെ പുറത്തേക്കിറങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു. പാമ്പിൻ കാവുകൾ ഏറെക്കുറെ എല്ലാ ഇല്ലങ്ങളിലും ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ അപകടകാരികളായ പാമ്പുകളെ ഇല്ലത്തിനരികിൽ പാർക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ പ്രതീകമാണത്രയ്ക്ക് ക്ഷേത്രങ്ങളിലും ഇല്ലങ്ങളിലുമൊക്കെയുള്ള സർപ്പക്കാവുകൾ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഉരഗങ്ങളുടെ നിലനിൽപ്പെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. പക്ഷേ സർപ്പാരാധനയോ? അന്ന് ഭാരതീയ ആചാരങ്ങളുടെ ഭാഗമാണ് വാസികയിൽ തുടങ്ങുന്ന സർപ്പാരാധനയുടെ ചരിത്രം. ഭയപ്പെടുത്തുന്ന വസ്തുക്കളെയൊക്കെ ആരാധിക്കുന്ന ശീലം മനുഷ്യന് പണ്ടേയുണ്ട്. അഗ്നിയെയും വരുണനെയും എന്ന പോലെ വിനാശകാരികളായ സർപ്പങ്ങളും ദേവസർപ്പങ്ങളായി മാറി. മറ്റു ജീവികളെക്കാളേറെ പാമ്പിനെ പ്രാചീന മനുഷ്യരും ആധുനിക മനുഷ്യരും ഭയപ്പെടുത്തുന്നതിൻ്റെ കാരണം അതിൻ്റെ ഭയം ഉണർത്തുന്ന പ്രത്യേകതയാണ്. ഇഴഞ്ഞു സഞ്ചരിക്കുന്നത് കൊണ്ട് കാഴ്ചയിൽപ്പെടാൻ പ്രയാസമാണെന്ന് മാത്രമല്ല, ഏത് സുരക്ഷിത മേഖലകളിലേക്കും കടന്നു എന്നതും പാമ്പിനോടുള്ള ഭയത്തിന് കാരണമാണ്. പാമ്പ് കടിച്ചാൽ ഉടൻ മരണം സംഭവിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പേടി. ഇങ്ങനെയുള്ള പാമ്പുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ അശക്തനായ മനുഷ്യൻ ദർശനം ഭയന്ന് അവയെ ദൈവിക സ്ഥാനം നൽകി ആരാധിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഈ നൂറ്റാണ്ടിൽ പാമ്പുകൾക്ക് മാളമില്ലാത്ത അവസ്ഥയാണുള്ളത്. ക്ഷേത്രങ്ങളിലെ പാമ്പിൻ കാവുകൾ വെട്ടിനിരത്തി ഒന്നാന്തരം എയർ കണ്ടീഷൻ കല്യാണ മണ്ഡപങ്ങളും ഓഡിറ്റോറിയങ്ങളും പണിതുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കിന്ന് പാമ്പുകളെ കാണണമെങ്കിൽ മൃഗശാലയിൽ പോവുകയേ നിവൃത്തിയുള്ളൂ. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തായാലും പുതിയ മുത്തശ്ശിമാർക്ക് ഇഴചിന്തകളെക്കുറിച്ച് പറഞ്ഞ് സമയം പാഴാക്കുകയും വേണ്ട. അശുഭ ലക്ഷണങ്ങൾ.
ഏലംകുളം മനയുടെ ഇരുണ്ട മുറികളും ചുറ്റുമുള്ള കാവുകളും കാട് പിടിച്ചു കിടക്കുന്ന വിജനമായ ഇല്ലപ്പറമ്പും ഒറ്റയടിപ്പാതകളും അന്നത്തെ എൻ്റെ പേടി സ്വപ്നങ്ങളിലെ മറ്റു ചില ചിത്രങ്ങളായിരുന്നു. ഒറ്റയടിപ്പാതയുടെ ഇരുവശത്തും പാടവള്ളിയിൽ പടർന്നു കയറിയ വേലിപ്പരത്തി ചെടികളാണ്. ഇരുവശവും പാടവള്ളികൾ പരന്നു കയറിയ വേലിപ്പരത്തി ചെടികളിൽ ഇരുന്ന് തല നീട്ടുന്ന കുരുവികളും വട്ടമിട്ട് പറക്കുന്ന മഞ്ഞപ്പറവകളുമൊക്കെ പകൽ കാഴ്ചകളിലെ സുന്ദര ദൃശ്യങ്ങളായിരിക്കും. പക്ഷെ ചോര കുടിക്കുന്ന ഓന്തുകളും ഉപ്പൻ്റെ ചുവന്ന കണ്ണുകളും ആത്മാക്കളുടെ കണ്ണുകൾ എന്ന പോലെ തിളങ്ങുന്ന മിന്നാമിനുങ്ങളും കൂമനും കുറ്റിച്ചൂളാനുമൊക്കെ ഇരുട്ടിൻ്റെ അഗാധതയിൽ നിന്ന് തുറച്ചു നോക്കുന്നത് പോലെ തോന്നും. മുറ്റത്തെ മരത്തിൽ വന്ന് കൂട്ടക്കൂർ കുട്ടക്കൂർ എന്ന് കരയുന്ന പുള്ളും കുറ്റിച്ചൂളാനുമൊക്കെ അശുഭലക്ഷണമായാണ് പണ്ടുള്ളവർ കരുതിയിരുന്നത്. കണ്ണുനീർ തുള്ളിയിൽ നാലപ്പാട് പരാമർശിക്കുന്നത് പോലെ 3 ദിവസം തുടർച്ചയായി പുള്ളു കരയുന്നത് കേട്ടാൽ ആ വീട്ടിൽ മരണം നടക്കുമെന്ന ചൊല്ല് ശരിയാണെന്ന് കാണിക്കാൻ ഇല്ലത്തെ പണിക്കാരും മറ്റും ഉദാഹരണങ്ങൾ നിരത്തുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ EMSൻ്റെ പേരക്കുട്ടികളുമൊത്ത് എന്നുള്ള രീതിയിലൊരു നല്ല മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് മലബാറിലെ ഗ്രാമങ്ങളിൽ കുട്ടികളെയും ഗർഭിണികളെയും വിറപ്പിച്ചിരുന്ന ഒരു അജ്ഞാത ശക്തിയായിരുന്നു ഒടിയൻ. എൻ്റെ മനസ്സിലേക്ക് ഒടിയനെക്കുറിച്ചുള്ള പേടിക്കഥകൾ കടന്നു കയറിയത് പുളിയങ്കാവിലെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്. വഴിയമ്പലവും ചുമടുതാങ്ങിയും ഒക്കെയുള്ള പുളിയങ്കാവിലെ വീടുമായി പൊതുജനങ്ങൾ ഏറെ സമ്പർക്കം പുലർത്തിയിരുന്നു. പുളിയങ്കാവിലെ സംഭാരം എന്ന പ്രദേശങ്ങളിലൊക്കെ പ്രശസ്തമായിരുന്നു. വഴി നടന്ന് ക്ഷീണിച്ചു വരുന്ന സഞ്ചാരികൾക്കും ചുമടുമായി വരുന്നവർക്കും ദാഹം മാറ്റി വിശ്രമിക്കാനുള്ള ആ വഴിയമ്പലം ഇന്നവിടെയില്ല. ദാഹം മാറ്റി വിശ്രമിക്കാനുള്ള വഴിയമ്പലം ഇന്നവിടെ ഇല്ല എന്ന് മാത്രമല്ല, ചുവട് താങ്ങിയും അപ്രത്യക്ഷമായിരിക്കുന്നു. ദിവസവും എത്ര ആളുകളാണ് ആ ചുമട് താങ്ങിയുടെ മുകളിൽ ഭാരമിറക്കി വെച്ച് സംഭാരത്തിനായി പടിക്കലെത്തിയിരുന്നത്. എത്ര പേർ വന്നാലും സംഭാരത്തിന് ക്ഷാമം ഉണ്ടാകാറില്ല. അച്ഛൻ തന്നെയാണ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത്. മറ്റേതെങ്കിലും നമ്പൂതിരി ഭവനങ്ങളിൽ ഇങ്ങനെയൊരു ജനസേവന യത്നം അക്കാലത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനും അനിയേട്ടനുമൊക്കെ സംഭാരം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കത് വലിയ ഉത്സാഹമുള്ള കാര്യമായിരുന്നു. വഴിപോക്കരായ ആളുകളോട് നാട്ടുവർത്തമാനം പറയാനും വിശേഷങ്ങൾ ചോദിച്ചറിയാനും കിട്ടുന്ന സന്ദർഭമാണത്. പുളിയങ്കാവിലെ സംഭാരത്തിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയായിരുന്നു. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും മണം ഉയരുന്ന ഇളം തണുപ്പുള്ള തെളിഞ്ഞ സംഭാരം. പുളിയങ്കാവിൽ നിന്ന് പാടവരമ്പിലൂടെ 2 കിലോമീറ്ററോളം നടന്നാൽ ഏലംകുളം മനയിലെത്താം. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പാടത്തിൻ്റെ വരമ്പത്തിലൂടെയുള്ള ആ നടത്തം ബഹുരസം തന്നെയാണ്. എതിരെ ആരെങ്കിലും വന്നാൽ ദൂരെ നിന്ന് തന്നെ മറ്റൊരു വരമ്പ് പിടിച്ച് മാറി നിൽക്കണം. പല ഇനത്തിലുള്ള നെല്ല് കതിരിട്ട് കഴിഞ്ഞാൽ ആറ്റക്കിളികളുടെ പ്രവാഹമാണ്. അവറ്റെ ആട്ടി ഓടിക്കാൻ പാട്ടയിൽ കൊട്ടി ശബ്ദമുണ്ടാക്കി അവിടെ കുട്ടികൾ നിൽക്കുന്നുണ്ടാവും. ഹർ ഹർ എന്ന് പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ടാണ് അവർ കിളികളെ ഓടിക്കുന്നത്. പൊൻനിറത്തിൽ തല കുനിച്ച് നിൽക്കുന്ന വിളഞ്ഞ നെൽക്കതിരുകളിൽ ചിലത് പാടവരമ്പിലേക്ക് ചാഞ്ഞു കിടക്കും. അതിൽ ചവിട്ടാതെ സൂക്ഷിച്ചാണ് പലരും നടക്കുക. നെല്ലിനെ അത്രയേറെ മാനിച്ചിരുന്നു എന്നതാണ് സത്യം. പച്ചക്കടൽ പോലെ ഉള്ള പാടശേഖരങ്ങളിൽ ഓളങ്ങളുണ്ടാക്കി കടന്നു പോകുന്ന കാറ്റിന് പുന്നെല്ലിൻ്റെയും ചേറിൻ്റെയും കൂടിക്കലർന്ന ഒരു പ്രത്യേക മണമുണ്ട്.